നമസ്കാരം, ഇത് IBN മലയാളം. മയക്കുമരുന്നിന്റെ കാട്ടർ കണ്ണികളിലേക്ക് കേരളത്തിലെ അന്വേഷണം ഒരിക്കലും നീണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? മയക്കുമരുന്ന് ഇടപാട് നെറുകെട്ട കച്ചവടമാണ്. മനുഷ്യവംശത്തിനും ദൈവത്തിനുമെതിരെ നടക്കുന്ന കനത്ത ദ്രോഹമാണത്. ലോകമാകെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാരക വിപത്തിൽ നിന്ന് നമ്മുടെ കേരളവും വിമുക്തമല്ല. ഇളം തലമുറയാണ് ഇവർ ഇരകളാക്കുന്നത്. മയക്കുമരുന്നിന് ഇരകളാക്കപ്പെടുന്ന ജനം ക്രമേണ സർവനാശത്തിലെത്തും. അക്കാര്യം അറിയാതെയല്ല മയക്കുമരുന്ന് വ്യാപാരികൾ ഇടപാട് നടത്തുന്നതും. മയക്കുമരുന്നിന്റെ പിടിയിൽ കേരളം ഭയാനകമാം വിധം അമരുന്നു. കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ 41,523 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. യഥാർത്ഥ മയക്കുമരുന്ന് ഇടപാടിന്റെ 1% പോലും കേസായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നാണ് വസ്തുത. രജിസ്റ്റർ ചെയ്യപ്പെടുന്നവയിൽ മഹാഭൂരിപക്ഷവും കഞ്ചാവ് കേസുകളുമാണ്. സിന്തറ്റിക് മയക്കുമരുന്നുകൾ നുരഞ്ഞു പൊങ്ങുന്ന DJ പാർട്ടികളിൽ പങ്കെടുക്കുന്നവരുടെ കേസുകൾ വേണ്ടത്ര തെളിവില്ല എന്ന കാരണത്താൽ തള്ളപ്പെടുകയാണ് പതിവ്. ഇക്കാലയളവിൽ കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടത് 12,429 കേസുകൾ മാത്രമാണ്. അവയിൽ മഹാഭൂരിപക്ഷവും പെറ്റി കേസുകളുമാണ്. വിപുലമായ മയക്കുമരുന്ന് കണ്ണികൾ ഒന്നും തന്നെ ഈ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടും ഉണ്ടായിട്ടില്ല. ലോകത്താകെ മയക്കുമരുന്ന് വിപണി ഇന്ന് അതിവേഗം വളരുന്നു. നിയമാനുസൃതമായ മയക്കുമരുന്ന് വിപണി മൂല്യം 14.26 മില്യൺ അമേരിക്കൻ ഡോളറാണ്. എന്നാൽ നിയമരഹിതമായ മയക്കുമരുന്ന് വിപണി മൂല്യം 400 ബില്യൺ ഡോളറാണ്. ഒരു വർഷത്തെ കണക്കാണിത്. 12,000 കോടിയിലേറെ വിപണി വിലയുള്ള മയക്കുമരുന്ന് പിടിച്ച കേസുകളിലെ പ്രതികൾക്ക് 2 ആഴ്ച മുമ്പാണ് കേരളത്തിലെ ഒരു കോടതിയിൽ നിന്ന് ശിക്ഷിക്കപ്പെടാതെ വിടുതൽ ലഭിച്ചത്. പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ ഏറെ പഴുതുകൾ ഉള്ളതാണ് നമ്മുടെ മയക്കുമരുന്ന് നിയമം എന്നാണ്. അതിലൂടെ അവർ രക്ഷപ്പെട്ടു. മയക്കുമരുന്ന് വിപണി ഇങ്ങനെ പന പോലെ തഴച്ചു വളരാനുള്ള കാരണം എന്തെന്ന് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവർ നിരീക്ഷിച്ചിട്ടുണ്ട്. അതിവേഗം സമ്പന്നരാകാൻ മയക്കുമരുന്ന് കച്ചവടമാണ് ഉത്തമമെന്ന് ഭാഗ്യാന്വേഷണികൾക്കറിയാം. അതുകൊണ്ട് അതിസമ്പന്നരാകാൻ വെമ്പുന്നവരുടെ ഒന്നാമത്തെ ലക്ഷ്യം മയക്കുമരുന്ന് കച്ചവടമാണ്. മയക്കുമരുന്ന് കൃഷിക്കും വ്യവസായത്തിനും മുതൽ മുടക്ക് വളരെ കുറവാണ്. മുതൽ മുടക്കിന്റെ 500% വരെ ലാഭം കിട്ടുമെന്ന് ഒരു പഠനത്തിൽ കാണുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകളും അതിവേഗ സഞ്ചാര സൗകര്യവും അതിവിദഗ്ധമായി ഉപയോഗിക്കുന്നവരാണ് മയക്കുമരുന്ന് കർഷകരും വ്യവസായികളും വ്യാപാരികളും. മയക്കുമരുന്ന് പൊതികൾ രാജ്യാതിർത്തി കടത്തി ഡ്രോൺ സൗകര്യം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഒരു കണ്ടെത്തൽ. മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ മയക്കുമരുന്ന് ഉൽപാദനത്തിനും വിപണനത്തിനും നൂതന പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നും കേൾക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ നയപരിപാടികൾ, നിയമനിർമ്മാണം, നിയമനിർവഹണം, നിയമവ്യാഖ്യാനം എന്നീ രംഗങ്ങളിൽ കാണുന്ന ഉദാസീന സമീപനം മയക്കുമരുന്ന് വിപണിയെ പരിപോഷിപ്പിക്കുന്നുണ്ട്. സുസംഘടിതരായ ക്രിമിനൽ കൂട്ടങ്ങളും അവർക്ക് കൂട്ടുനിൽക്കുന്ന സ്ഥാപനവൽകൃതമായ അഴിമതി സംവിധാനവും മയക്കുമരുന്നുകാർക്ക് രക്ഷാകവചമൊരുക്കുന്നു. ഇക്കൂട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, ജുഡീഷ്യറിയിലെ മേധാവികൾ, മാധ്യമ മുതലാളിമാർ, പ്രവർത്തകർ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനുകൾ, പേരെടുക്കുന്ന നന്മമരങ്ങൾ എന്നിവരെല്ലാം ഉൾപ്പെടുന്നു എന്ന് ഓർക്കണം. മയക്കുമരുന്നിന്റെ ആഗോള വിപണി നിയന്ത്രിക്കുന്ന കാർട്ടലുകളാണ് വളരെ ശക്തമാണ്. ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നവർ വിപണിയിലെ വില നിലവാരം ഉറപ്പാക്കി ലാഭം കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന സംഘടനകളാണ് കാർട്ടർ എന്ന് പറയുന്നത്. കഞ്ചാവ് കൃഷി മുതൽ സിന്തറ്റിക് മരുന്ന് ഉൽപാദനം വരെ എല്ലാം നിയന്ത്രിക്കുന്നത് കാർട്ടലുകളാണ്. അവരാണ് മയക്കുമരുന്നിന്റെ ആഗോള വിപണിയെ നിയന്ത്രിക്കുന്നതും വേണ്ടപ്പെട്ട എല്ലാവർക്കും പണം കൊടുത്ത് അവരെ വരുതിയിലാക്കുന്നതും അവരാണ്. കടലും ആകാശവും കരയുമെല്ലാം വഴിയുള്ള സഞ്ചാര സൗകര്യത്തിലൂടെ മയക്കുമരുന്ന് എത്തിക്കുന്നതും അവർ തന്നെയാണ്. ഈ ലക്ഷ്യം നേടുന്നതിനായി കാർട്ടലുകൾ ആഗോള വല കണ്ണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ തീവ്രവാദ സംഘടനകൾ, മത തീവ്രവാദ സംഘടനകൾ, അംഗീകാരം നേടിയ രാഷ്ട്രീയ പാർട്ടികൾ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയുമായി അവർക്ക് ഗാഢമായ ബന്ധമുണ്ട്. ജോർജ് സോറോസിന്റെ സേഫ്റ്റി ആൻഡ് ജസ്റ്റിസ് എന്ന സംഘടന സജീവമായി പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ്. ക്രിമിനൽ നിയമപരിഷ്കാരങ്ങൾ സോറോസിന്റെ സംഘടന ലക്ഷ്യമാക്കുന്നു. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളോട് ഉദാര സമീപനം പുലർത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കുറ്റാരോപിതരായ പ്രതികളെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകരാക്കിയാണ് ഇവർ സമൂഹത്തിൽ വ്യവഹരിക്കപ്പെടുന്നത്. അമേരിക്കയിലെ ജില്ലാ അറ്റോർണിമാരുടെ തിരഞ്ഞെടുപ്പിൽ അവർ സ്വാധീനം ചെലുത്തുകയും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ജില്ലാ അറ്റോർണിമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. കുറ്റം എന്തു തന്നെ ആയാലും കുറ്റവാളി ആരായാലും അയാളുടെ സ്വാധീന ശക്തി എത്രയാണെങ്കിലും അയാൾക്ക് ശിക്ഷ ലഭിക്കുന്നതുവരെ അവരെ ജാമ്യത്തിൽ വിടണമെന്നാണ് സോറോസ് ആവശ്യപ്പെടുന്നത്.
മയക്കുമരുന്ന് കാർട്ടൽ സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിലെ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മാധ്യമങ്ങൾ, രാഷ്ട്രീയ കക്ഷികൾ എന്നിവരെ കൈക്കൂലി നൽകി സ്വാധീനിക്കുന്നുണ്ട് എന്നും ഇത് സംബന്ധിച്ച പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സോറോസിന്റെ സംഘടനകൾക്കും ഈ കാർട്ടലിലുള്ള ബന്ധം അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഹിംസയിലും തിന്മയിലും വിശ്വസിച്ചുകൊണ്ടാണ് കാർട്ടൽ സമ്പ്രദായം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ചെവിട്ടിൽ വേദം ഓതിയിട്ട് ഒരു കാര്യവുമില്ല. അവരെ ദണ്ഡനീതി കൊണ്ട് മാത്രമേ നേരിടാനാകൂ. മയക്കുമരുന്ന് അന്വേഷണവും വിചാരണയും ശിക്ഷയും കാരിയർമാരിലും ചില്ലറ വിൽപ്പനക്കാരിലും ഒതുങ്ങുന്നു. കേരളത്തിലെ അവസ്ഥയും ഭിന്നമല്ല. മയക്കുമരുന്നിന്റെ കാർട്ടൽ കണ്ണുകളിലേക്ക് കേരളത്തിലെ അന്വേഷണം ഒരിക്കലും നീണ്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.